ഹായ്, ഞാൻ എലിസബത്താണ്. എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ സേഫാണ്, ഹാപ്പിയാണ്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ആക്ച്വലി മോർണിംഗ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോഴാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഫ്ലാറ്റിലെത്തണേ. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഭയങ്കര ഒരു നെഗറ്റീവ് വീഡിയോകളും അല്ലെങ്കിൽ സങ്കടത്തിലുള്ള വീഡിയോകളും അല്ലെങ്കിൽ പേടിച്ചിട്ടുള്ള വീഡിയോകളൊക്കെയാണ് ഞാൻ ഇടാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ മാത്രം വീഡിയോ ഇട്ടാൽ പോരല്ലോ. ഞാൻ എൻ്റെ ലൈഫിൽ ഉള്ള കുറച്ച് ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ആയിട്ടുള്ള ഫോട്ടോകൾ ഷെയർ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇതും മെയിനായിട്ട് ഉദ്ദേശം ഞാൻ സേഫാണെന്ന് അറിയിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും മറക്കരുത് എന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യണേ. പക്ഷെ അത് കുറച്ചും കൂടിയും പോസിറ്റീവ് വേയിൽ ആക്കണം എന്ന് തോന്നിയപ്പോൾ വിചാരിച്ചാണ് ഞാൻ അത്യാവശ്യം ഹാപ്പി ആയിട്ട് ഉള്ള ആ മൂമെൻറ്റ്സ് ഷെയർ ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ഞാനിങ്ങനെ പല വീഡിയോകൾ ഇപ്പം അടുത്തുള്ള വീഡിയോകൾ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിരുന്നു. അവർ കടന്നു പോയിട്ടുള്ള ഇതുപോലത്തെ സെയിം വിഷമ സിറ്റുവേഷൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇൻസ്പിറേഷനാണ്. അതുപോലെ തന്നെ അവരും ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സമയം വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാർക്കും അതുപോലെ തന്നെ അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യണ ആൾക്കാർക്കും ഒരുപാട് സ്നേഹം. പിന്നെ നമ്മൾ ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയണു. ഞാൻ ആദ്യം എന്ന് വിചാരിച്ചത് ഞാനെങ്ങനെ ഡിപ്രഷന് എന്തായാലും എനിക്കത് ഓവർകം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണേ. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് ജേർണി വീഡിയോ ഇട്ടു. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തായിരുന്നു അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഡിപ്രഷനിൽ ഇത് ചെയ്യുമ്പോൾ അത് ഓവർകം ചെയ്യാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യണത് അത് നിങ്ങളും അറിയണമെന്ന് വിചാരിക്കണം. പക്ഷേ ഇത് കുറച്ച് റിസ്ക്കുള്ള കുറച്ച് മെത്തേഡാണെന്ന് മാത്രം. അതുകൊണ്ടാണ് എല്ലാവരുടെയും സപ്പോർട്ടും പ്രേയേഴ്സും ഒക്കെ ചോദിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഡിപ്രഷൻ ആവാൻ ഒരു കാരണം ഉണ്ടെങ്കിൽ അപ്പോൾ അതിനെ രണ്ട് തരത്തിൽ വിചാരിക്കാം. ഒന്നെങ്കിൽ നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം, എന്നിട്ട് മൊത്തത്തിൽ മറന്നിട്ട് പുതിയൊരു ഡൈവേർട്ടിങ് എന്തെങ്കിലും ജോബായിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഹെൽപ്പ് ഓഫ് മെഡിസിനായിട്ടും അതുപോലെ തന്നെ നമ്മൾ പല കാര്യത്തിലും നമുക്കതൊന്ന് മറികടക്കാം. അല്ലെങ്കിൽ നമ്മളുള്ള ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ചിട്ട് അതിനായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് നമുക്ക് നീതി കിട്ടുമെന്ന് നമ്മൾ മാക്സിമം ഇത് നമുക്കൊരു സമാധാനം കിട്ടും. ഇങ്ങനെ അത് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിൽ നമുക്ക് കുറേ ഫ്രസ്ട്രേഷനും അതുപോലെ തന്നെ അതായത് ഇപ്പോൾ ചിലപ്പോൾ പേടിക്കാരനായിരിക്കാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒന്നും റിസൾട്ട് കിട്ടാത്ത അവസ്ഥയൊക്കെ ആയിരിക്കാം. അങ്ങനെ പല ഇതുണ്ട്. ഞാൻ എന്തായാലും വിചാരിച്ചു ഇനി ഫേസ് ചെയ്യാം. അതുപോലെ തന്നെ പേടികളുണ്ട്, അതുപോലെ തന്നെ റിസ്കുകളുണ്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ കുറേ കാലം പേടിച്ചിട്ടിരുന്നിട്ട് എനിക്കൊരു എന്താ പറയുക, എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. പേടിച്ചിട്ടിരുന്നിട്ട് കുറേ അനീതികൾ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ ഇതിൻ്റെ ഭാഗങ്ങളായിട്ടുണ്ട്. ഞാൻ അറിഞ്ഞോ അറിയാതെയൊക്കെ ഭാഗങ്ങളായതുകൊണ്ട് ഒന്നും മിണ്ടാണ്ടിരുന്നിട്ടുള്ള അവസ്ഥകളുണ്ട്. ഇതൊക്കെ നമ്മളതിനെ ഗിൽറ്റി ഫീലിങ്ങിലേക്ക് എത്തിക്കുന്നുണ്ട്. സോ നമ്മളെ തീരുമാനം എടുക്കാം. നമുക്ക് എന്ത് വേണം, എല്ലാം മറന്നിട്ട് ഇനി അതിനെ പറ്റിയിട്ടൊന്നും വേണ്ട, നമ്മൾ പുതിയ ഒരു ലൈഫിലേക്ക് പോകണു, നമ്മൾ പഴയത് ഓർക്കില്ല. അതിനെയും ഒരു നല്ലൊരു മനോബലം വേണം. ഇങ്ങനത്തെ കാര്യങ്ങളാണ്, ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിലും അതിനൊരിത് വേണം. നമ്മളെ ഒരു തീരുമാനം എടുക്കുക. 2 തീരുമാനങ്ങൾ ഇതിനേ ഉള്ളൂ. ഒരു തീരുമാനം എടുത്ത് അതുപോലെ തന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഡിസിൻ നമ്മൾ ഒരു സപ്പോർട്ട് മേടിക്കുക. അതുപോലെ തന്നെ പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലും അതുപോലെ തന്നെ നമുക്ക് നീതി കിട്ടുമോ എന്നുള്ളതൊക്കെ ഉള്ളത് അത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഫൈറ്റ് ചെയ്യാമെന്ന് മാത്രം ഫൈറ്റ് ചെയ്യണത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള സംഭവമുള്ളൂ. അപ്പോൾ അത് നമ്മളൊരു ഡിസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പാത്ത് വേയിൽ പോവുക. പിന്നെ നമ്മൾ എന്തൊരു ആക്ഷൻ എടുത്താലും അതിനൊരു റിയാക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാവണം. ഞാൻ ഇടയ്ക്ക് അത് ഫേസ് ചെയ്യാനുള്ള പേടികളും അതുപോലെ തന്നെ വിഷമങ്ങളും ഇടയിലുണ്ടാവണം, ചതികളും ഒക്കെ കാണുമ്പോൾ പല കാര്യങ്ങളും നമ്മളിതിൻ്റെ ഇടയിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്.
പലതരത്തിൽ, അതായത് കൂടെ നിന്ന ആൾക്കാർ ചിലപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഹെൽപ്പിന് എങ്ങോട്ട് പോകണം, ഒരു സ്ഥലത്തും ഹെൽപ്പ് കിട്ടാത്തൊരവസ്ഥ, അങ്ങനെ പല ഇതും ഇതിൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് വരും. അത് 2 രീതിയിൽ പോകുമ്പോഴും അതിൻ്റേതായ കോൺസിക്വൻസ് വരും. ആ കോൺസിക്വൻസ് നമ്മൾ തീരുമാനിക്കണം ഏത് കോൺസിക്വൻസ് നമ്മൾ ഫേസ് ചെയ്യണമെന്ന്. ഞാനിപ്പോൾ വലിയ ധൈര്യത്തിലൊക്കെ പറയുന്നുണ്ട് വീഡിയോ. വിഷുവായിട്ട് നല്ല ധൈര്യത്തിലും അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടും അതുപോലെ തന്നെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ടാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ, അതുപോലെ തന്നെ ഞാൻ എങ്ങനെയൊക്കെ അത് കോപ്പപ്പ് ചെയ്യാൻ നോക്കണു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യണ കാര്യങ്ങൾ, എന്തൊക്കെ റിസ്ക് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതാർക്കെങ്കിലും ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ എനിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഈ ഒരു വർഷം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ നീതി കിട്ടുമെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ അധികം ചതികളും അധികം കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്ത വർഷമായിരിക്കട്ടെ എല്ലാവർക്കും. എല്ലാവരും ആഗ്രഹിക്കണ പോലെ ജോലി, അതുപോലെ തന്നെ വീട്, അതുപോലെ തന്നെ പഠിപ്പ്, എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ജെനുവിനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൺസേൺഡായിട്ട് മെസ്സേജ് ചെയ്യണ ആൾക്കാരോട് ഭയങ്കര സ്നേഹം മാത്രം. നിങ്ങളുടെ കൺസേൺ, നിങ്ങളുടെ മെസ്സേജിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പോണ അവസ്ഥ കുറച്ച് മോശത്തിലാണ്. എന്നാലും ഞാൻ എല്ലാതും കോപ്പപ്പ് ചെയ്യുന്നുണ്ട്, ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. താങ്ക് യു.